ഷോപ്പിംഗ് ഒരു ക്രേസ് ആണോ, അതും സ്ട്രീറ്റ് ഷോപ്പിംഗ് അല്ലെങ്കിൽ തെരുവോര കച്ചവടം? മിക്ക ആളുകൾക്കും വലിയ വലിയ ഷോപ്പുകളിൽ പോയി പർച്ചേസ് ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടം ഇത്തരത്തിലുള്ള തെരുവോര കച്ചവടമായിരിക്കും. റോഡിന് ഇരുവശത്തും വിവിധ തരം ഡ്രസ്സുകൾ, ബാഗ്, ഫാൻസി ഐറ്റംസ് എന്നിങ്ങനെ നമുക്ക് ആവശ്യമായതെന്തും ഇവിടെ ലഭിക്കും. എന്നാൽ ആളുകളുടെ തിക്കും തിരക്കും അതിൻ്റെ ഇടയിലൂടെയുള്ള വാഹന ഗതാഗതവും എല്ലാം കൂടെ വിൽക്കുന്നവർക്കും നമുക്കും വല്ലാതെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത്. കൂടാതെ മഴക്കാലത്ത് ഈ സാധനങ്ങൾ നനയാതെ ശ്രദ്ധിക്കുക, ചെളി, വെയിൽ ഇതൊക്കെയും കച്ചവടക്കാരെ സംബന്ധിച്ച് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ബാംഗ്ലൂരിലെ തെരുവോര കച്ചവടക്കാർക്ക് ഒരു പ്രശ്നമേ ആകുന്നില്ല. ഈ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള ഒരു പ്രതിവിധിയാണ് പാലിക്ക ബസാർ. എന്താണ് പാലിക്ക ബസാർ എന്നറിയാം ബിഹൈൻഡ് ദ സീനിലൂടെ. പാലിക്ക ബസാർ, ഈ പേരുകൾ അത്ര സുപരിചിതമല്ലെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാകും. പാലിക്ക ബസാർ എന്നാൽ ഒരു സ്ട്രീറ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാർക്കറ്റ് എന്ന് പറയാം. നമ്മൾ കണ്ടു പരിചയമുള്ള തെരുവോര കച്ചവടത്തിന്റെ മറ്റൊരു ഹൈടെക് ഏരിയ എന്നും ഇതിനെ വിശേഷിപ്പിക്കാം. രാവും പകലും വെയിലും മഴയും കൊണ്ട് ഉപജീവന മാർഗം തേടുന്ന ഒരു വിഭാഗം ആളുകളാണ് തെരുവോര കച്ചവടക്കാർ. അത്തരം ആളുകൾക്കായി സുരക്ഷിതമായ തൊഴിലിടം അല്ലെങ്കിൽ അവർക്ക് തണലൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സിദ്ധരാമയ്യ സർക്കാർ പാലിക്ക ബസാർ ആരംഭിക്കുന്നത്. വെയിലത്തും മഴയത്തും വളരെയധികം ബുദ്ധിമുട്ടി ഉപജീവന മാർഗം കണ്ടെത്തുന്ന തെരുവോര കച്ചവടക്കാർക്കായി ആരംഭിച്ചതാണ് പാലിക്ക ബസാർ മാർക്കറ്റ്. കൃഷ്ണദേവരായ പാലിക്ക ബസാർ എന്നാണ് ഇതിന്റെ യഥാർത്ഥ പേര്. ബാംഗ്ലൂർ നഗരത്തിലെ വിജയനഗര മെട്രോ സ്റ്റേഷന് സമീപത്താണ് പാലിക്ക ബസാർ ആരംഭിച്ചിട്ടുള്ളത്. കൂടാതെ ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യ ഹൈടെക് എയർ കണ്ടീഷണഡ് അണ്ടർഗ്രൗണ്ട് മാർക്കറ്റ് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. കൂടാതെ ഇതിനു മുൻപേ ജയ്പൂർ, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലും പാലിക്ക ബസാർ തുടങ്ങിയിട്ടുണ്ട്. ഡൽഹിയിലേതിന് സമാനമായി തെരുവ് കച്ചവടക്കാർക്ക് പ്രത്യേക സ്ഥലം നൽകി കച്ചവടത്തിന് സൗകര്യമൊരുക്കുന്ന പദ്ധതി കൂടിയാണിത്. കഠിനമായ കാലാവസ്ഥയെ സഹിക്കേണ്ടി വരുന്ന തെരുവ് കച്ചവടക്കാർക്ക് ആധുനികവും സൗകര്യപ്രദവുമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുക എന്നതാണ് പാലിക്ക ബസാറിലൂടെ ലക്ഷ്യമിടുന്നത്. 13 കോടി രൂപ ചിലവഴിച്ച് പൂർത്തിയാക്കിയതോടെ തെരുവോര കച്ചവടക്കാർക്കും വാങ്ങിക്കാൻ എത്തുന്നവർക്കും ഇത് ഒരു ആശ്വാസമാണ്. ഇവിടെ വെയിലും മഴയുമില്ല, കൂടാതെ വാഹനങ്ങളുടെ തിക്കും തിരക്കുമില്ല. സമാധാനമായിട്ട് സാധനങ്ങൾ വിൽക്കുകയും വാങ്ങിക്കുകയും ചെയ്യാം, അതും AC-യിലിരുന്നു കൊണ്ട്. 1165 ചതുരശ്ര മീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് വിജയനഗരയിലെ പാലിക്ക ബസാർ. മൊത്തം 79 കടകളാണ് നിലവിൽ ബസാറിൽ പ്രവർത്തിക്കുന്നത്. 9 ചതുരശ്ര മീറ്ററാണ് ഓരോ സ്റ്റാളിനും അനുവദിച്ചിരിക്കുന്നത്. കൂടാതെ ബസാറിലേക്ക് 8 എൻട്രി പോയിന്റുകളും 1 ലിഫ്റ്റും 2 എസ്കലേറ്ററും ഒരുക്കിയിട്ടുണ്ട്. 31 AC-കളാണ് ശീതീകരണത്തിനായി സ്ഥാപിച്ചിട്ടുള്ളത്. കൂടാതെ ഓരോ സ്റ്റാളിലും ഫയർ എക്സ്റ്റിങ്ഷറും ഉണ്ട്. അതേസമയം കച്ചവടത്തിലെ വ്യത്യസ്തത അനുസരിച്ച് പ്രത്യേക സെക്ഷനുകളായാണ് പാലിക്ക ബസാറിന്റെ പ്രവർത്തനം. സെക്ഷൻ 1-ൽ 136 സ്റ്റാളുകൾ ഉൾപ്പെടുന്ന സ്മോൾ വെൻഡർ സോണാണ് പ്രവർത്തിക്കുന്നത്. സെക്ഷൻ 2 11 സ്റ്റാളുകളോടെ പ്രത്യേക കച്ചവടക്കാർക്കാണ് അനുവദിച്ചിട്ടുള്ളത്. കൂടാതെ 9 ജനറൽ വെൻഡർ സോണുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മാർക്കറ്റിന്റെ സുഗമമായ പ്രവർത്തനത്തിനായി 79 മാർക്കറ്റ് ഓഫീസർമാരെയും ഇതിനായി നിയമിച്ചിട്ടുണ്ട്. അതേസമയം ഇത് ജനങ്ങളങ്ങ് ഒന്നടക്കം ഏറ്റെടുത്തതോടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പാലിക്ക ബസാർ വ്യാപിപ്പിക്കാനാണ് നിലവിലെ സർക്കാർ തീരുമാനം. ഇതിനു വേണ്ടിയുള്ള സ്ഥലങ്ങൾ കണ്ടെത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഇതോടെ തെരുവ് കച്ചവടക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഇല്ലാതാക്കി അവർക്കും മികച്ചൊരു തൊഴിലിടം എന്ന യാഥാർത്ഥ്യമാണ് പാലിക്ക ബസാറിലൂടെ സാധ്യമായത്. ഇനി പൊടിപടലവും മഴയും വെയിലും തുടങ്ങിയ പ്രശ്നങ്ങളൊന്നും പാലിക്ക ബസാറിലെ ഈ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് ഒരു തടസ്സവുമാകില്ല.